മച്ചാനെ നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്, അപ്പോൾ മച്ചാനെ തിരുവാതിര നാറ്റുവേല കഴിഞ്ഞാലുടൻ, അതായത് ജൂലൈ മാസം ഫസ്റ്റോടുകൂടി തന്നെ നമ്മൾ കുരുമുളക് ചെടികൾ നടണം. അപ്പോൾ ആ സമയത്ത് കുരുമുളക് ചെടി നമ്മൾ നടണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ വേര് പിടിപ്പിച്ച തൈകൾ ഉണ്ടാക്കണം. അതായത് കുരുമുളക് ചെടിയുടെ വേര് പിടിപ്പിച്ച തൈകൾ നടേണ്ട നല്ല സമയമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ജൂലൈ ഫസ്റ്റ് സമയം തന്നെ. അപ്പോൾ ജൂലൈ മാസത്തിൽ നടാനുള്ള നമ്മുടെ തൈകൾ, അതായത് കുരുമുളകിൻ്റെ തൈകൾ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ചും, ഇനി വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ട തണ്ടുകൾ ഏത് മാതൃചെടിയിൽ നിന്നും എന്തൊക്കെ ഗുണങ്ങളുള്ള മാതൃചെടിയിൽ നിന്നുമാണ് എടുക്കേണ്ടതെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് വേര് പിടിപ്പിക്കേണ്ട തൈകൾ സെലക്ട് ചെയ്യേണ്ട മാതൃചെടിയുടെ മിനിമം യോഗ്യത എന്തെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കട്ടിങ്സ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഉൽപ്പാദനം കിട്ടുന്ന, നല്ല വിളവ് കിട്ടിയിട്ടുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള, അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിൻ്റെ വള്ളികൾ തന്നെ നമ്മൾ വേര് പിടിപ്പിക്കാനായി സെലക്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്. കാരണം കീടരോഗബാധകളില്ലാതെ നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ നമ്മുടെ നാട്ടും പ്രദേശത്ത് തന്നെ ധാരാളമായി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾക്ക് വംശനാശം സംഭവിച്ചു പോകാതിരിക്കാനും നമ്മൾ തന്നെ നമ്മുടെ തൈകൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി കമ്പുകൾ എടുക്കേണ്ട മാതൃചെടിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ളതായിരിക്കണം. അതായത് നല്ല തിരിനീളമുള്ള, നിറച്ചു കുരുമുളകളുള്ള, അതുപോലെ തന്നെ കുരുമുളകിന് നല്ല ഭാരമുള്ള ഇനങ്ങളായിരിക്കണം മാതൃസസ്യമായി തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ സ്ഥിരമായി വിളവ് തരുന്ന ഇനങ്ങളും ആയിരിക്കണം. നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്നതുമായിരിക്കണം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളതായിരിക്കണം. അതായത് രോഗങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കണം. അതായത് നമ്മുടെ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ ഒരു വലിയ വെല്ലുവിളിയാണ്. അതായത് സ്ലോ ബെൽറ്റും അതുപോലെ തന്നെ ക്വിക്ക് ബെൽറ്റും, ഇങ്ങനെ പല പല രോഗങ്ങൾ നമ്മളെ കുരുമുളകിനെ ബാധിക്കാറുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ പൊതുവെ ചെറുത്തു നിൽക്കാനുള്ള കഴിവുള്ള മാതൃചെടിയുടെ തണ്ടുകൾ വേണം നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃചെടിയുടെ നല്ല ഗുണങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 വർഷം മുതൽ 12 വർഷം വരെ പഴക്കമുള്ള മാതൃചെടികളുടെ വള്ളികളാണ് നമ്മൾ വേര് പിടിപ്പിക്കാനായി പ്രത്യേകം സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ വേര് പിടിപ്പിക്കേണ്ട കുരുമുളക് ചെടിയുടെ ചെന്തലകൾ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരു കെട്ടി എവിടെയെങ്കിലും ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചേക്കണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് ചെടിയുടെ വള്ളികളിൽ നിന്നും വേര് താഴേക്ക് ഇറങ്ങി ഒരുപാട് നീളത്തെ വേരുകൾ ഇറങ്ങിപ്പോകും. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കെട്ടിവെക്കണമെന്ന് പറയുന്നത്. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെയുള്ള വള്ളികൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ തണ്ടിൽ നിന്നും പൊടിച്ചു വന്നിരിക്കുന്ന ആ അറ്റത്തുള്ളതും വേണ്ട, അതുപോലെ തന്നെ ഏറ്റവും തലയറ്റത്തുള്ളതും വേണ്ട. അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള പോർഷനാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വള്ളികൾ അതിൽ നല്ല മൂപ്പ് കൂടിയ ഭാഗവും നമുക്ക് വേണ്ട, അതുപോലെ തന്നെ വളരെ മൂപ്പ് കുറഞ്ഞ തളിരിലകളും വേണ്ട. 2 or 3 മുട്ടുകളുള്ള കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഇലഞ്ഞെട്ട് അതിൽ നിർത്തി ഇലകൾ കട്ട് ചെയ്ത്, അതായത് ഇലയുടെ ഞെട്ട് അവിടെ നിൽക്കത്തക്ക വിധത്തിൽ ഇലകൾ മാത്രം നുള്ളിക്കളയണം. അപ്പോൾ ഇങ്ങനെ വേര് പിടിപ്പിക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ ഈ സമയം, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ചെടികൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത ആ കട്ടിംഗ് പീസുകൾ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന വിധമാണ്. അപ്പോൾ നമ്മളെ കട്ടിങ്സിൽ വേരും പിടിക്കണം, അതുപോലെ തന്നെ ആ വേരുകൾക്ക് ചീയൽ രോഗമുണ്ടാവുകയും ചെയ്യരുത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു 50 ഗ്രാം മുരിങ്ങയിലയും അതിൻ്റെ ഇളം തണ്ടുകളും 200 മില്ലി വെള്ളത്തിൽ വൈകുന്നേരങ്ങളിൽ മുക്കി വെച്ച് രാവിലെ ഇതെടുത്ത് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സിൻ്റെ അഗ്രഭാഗം 20 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ മുക്കി വെച്ചതിന് ശേഷം നട്ടാൽ പെട്ടെന്ന് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ വേരുകൾ വരും. അസുഖം വരാതിരിക്കാൻ, അതായത് നമ്മുടെ കുരുമുളകിൻ്റെ വേര് പിടിപ്പിക്കേണ്ട അഗ്രഭാഗത്ത് പെട്ടെന്ന് തന്നെ ചീയൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ ഈ കട്ടിങ്സ് പെട്ടെന്ന് നശിച്ചു പോകും. അതിനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂഡോമോണസാണ്.
250 ഗ്രാം സൂഡോമോണസ് 750 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ നേരം ഈ വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സിൻ്റെ അഗ്രഭാഗം ഈ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുരുമുളക് ചെടികൾ സാധാരണഗതിയിലുണ്ടാകുന്ന ദ്രുതവാട്ട രോഗം, അതുപോലെ തന്നെ തൈ മുളയ്ക്കുന്നതിന് മുമ്പുള്ള ചീയൽ രോഗം ഇതൊന്നും വരാതെ കുരുമുളക് ചെടിയെ സംരക്ഷിക്കാനുള്ള കഴിവ് നമ്മുടെ സൂഡോമോണസിനുണ്ട്. അതുകൊണ്ട് തന്നെ വേര് പിടിപ്പിക്കേണ്ട നമ്മളെ കട്ടിങ്സുകൾ സൂഡോമോണസ് ലായനിയിലും കൂടി മുക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പോളിത്തീൻ കവറുകളിലോ ചെറിയ പാക്കറ്റുകളിലാണല്ലോ ഇത് നടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോട്ടി മിശ്രിതത്തിൽ 2 ഭാഗം ഫലഭൂയിഷ്ടിയുള്ള മേൽമണ്ണും 1 ഭാഗം ചകിരിച്ചോറ് കമ്പോസ്റ്റും 1 ഭാഗം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഇത് 1:1:1 എന്ന അനുപാതത്തിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം പോളിത്തീൻ കവറുകളിൽ നിറച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പോളി ബാഗുകളിലേക്ക് നമ്മുടെ നേരത്തെ സൂഡോമോണസിൽ മുക്കി വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ മുരിങ്ങയില മിശ്രിതത്തിൽ മുക്കി വെച്ചിരിക്കുന്നതും ആയിട്ടുള്ള ആ കട്ടിംഗ് പീസുകളെ ഇതിലേക്ക് നട്ടു കൊടുക്കാം. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 മുട്ട് താരത്തക്ക വിധത്തിൽ വേണം നമ്മൾ നടാൻ. ഇങ്ങനെ നമ്മൾ നട്ടാൽ മാത്രം പോരാ, നമ്മുടെ ചെടിക്ക് നല്ലൊരു സംരക്ഷണവും കൊടുക്കണം. അതിനായിട്ട് നമ്മൾ തെങ്ങിൻ്റെ ഓലകളോ മറ്റോ ഒക്കെ മറ വെച്ച് നമുക്ക് തണൽ കൊടുക്കാം. അതായത് സൂര്യൻ്റെ ചൂട് ഡയറക്റ്റ് നമ്മളെ ചെടിയിൽ വീഴാതെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പോളി ബാഗുകളൊക്കെ നിറയ്ക്കാൻ പാടാണെങ്കിൽ നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത പോട്ടി മിക്സിന് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മളെ ഈ കട്ടിംഗ് പീസുകൾ നട്ടു കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നഴ്സറികളിലും ഇതുപോലെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഒരു തൈക്കൊക്കെ ഭയങ്കര വിലയാണ് നമ്മളെ ഈ കുരുമുളക് തൈയുടെ വേര് പിടിപ്പിച്ച കട്ടിങ്സിന്. അപ്പോൾ വലിയ വിലയൊക്കെ കൊടുത്ത് നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങുന്നതിലും ഏറ്റവും നല്ലത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുള്ള അത്യുൽപാദന ശേഷിയുള്ള, രോഗപ്രതിരോധ ശേഷിയുള്ള മാതൃചെടികളിൽ നിന്നും ഇങ്ങനെ കട്ടിങ്സ് എടുത്ത് പൊടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സർപ്പൻ്റ് ലൈൻ ചെയ്യുന്ന തൈകൾക്ക് അതിലും കൂടുതൽ വിലയാണ്. ഇനി ഇതിനൊന്നും പറ്റുന്നില്ല, ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മേൽമണ്ണ് സംഘടിപ്പിക്കുക, അതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ചേർക്കുക, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, നല്ല കാലിവളം ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സൂഡോമോണസിൽ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ നമുക്ക് മുക്കി വെച്ച ശേഷം വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സുകൾ ഇതിൽ നട്ടുകൊടുത്താലും പെട്ടെന്ന് വേര് പിടിച്ചു വരും. അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണൽ കൊടുക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ ഏപ്രിൽ മെയ് ജൂൺ അതായത് 3 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സുകളെല്ലാം വേര് പിടിച്ച് തൈയായി മാറിയിരിക്കും. അതുപോലെ തന്നെ നല്ല നനയും നല്ല ആർദ്രതയും നല്ല തണുപ്പുമുള്ള കാലാവസ്ഥയാണ് നമ്മുടെ കുരുമുളക് ചെടിക്ക് വേര് പിടിക്കാൻ ഏറ്റവും പറ്റിയത്. ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ എവിടെയെങ്കിലും യാത്രയോ മറ്റോ പോകുന്ന സമയത്ത് നല്ല കുരുമുളകിൻ്റെ വള്ളികൾ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് നട്ട് നല്ല തൈയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.